മുട്ടദോശ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് 1 കപ്പ് പച്ചരി, ആ കപ്പിൽ തന്നെ 1/2 കപ്പ് പരിപ്പ്, 1/2 കപ്പ് ചെറുപയർ, 1 പിടി ഉഴുന്ന്, നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക്, ഒരിത്തിരി കുരുമുളക്, അതേപോലെ തന്നെ 1 കട്ട കായം. ഈ അരിയും എല്ലാം നല്ലോണം കഴുകിയതാ തലേ ദിവസം ഇതേപോലെ വെള്ളമൊഴിച്ച് മാറ്റി വയ്ക്കുക. പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു മിക്സിയിൽ ഇഞ്ചിയും പച്ചമുളകും 1 വലിയ സവാള, നമ്മൾ കുതിർത്ത് വെച്ച അരി എല്ലാം കൂടെ തരിതരിപ്പോടെ അരിച്ചതാ ഇതേപോലെ മാറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ച കായം ഉണ്ടല്ലോ, ആ കായം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പിടാൻ മറക്കല്ലേ. സത്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ അടദോശയും അവിയലും അത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷ് തന്നെയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ശർക്കര കൂട്ടി കഴിക്കാം, പഞ്ചസാര കൂട്ടി കഴിക്കാം. ഞാനിവിടെ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് ഉള്ളിച്ചമ്മന്തി ആട്ടോ. കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതേപോലെ പരത്തി നല്ല നെയ്യിൽ ചുട്ട് കുട്ടികൾക്ക് കൊടുത്താൽ, കുട്ടികൾ മാത്രമല്ല ആർക്ക് കൊടുത്താലും ഒരു 3-4 എണ്ണമൊക്കെ നല്ലോണം കഴിക്കും. അപ്പോൾ ഡിഷ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.